ഇവിടെ 100 കോടി 150 200 300 കോടി സ്പെൻഡ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് ആളുകൾ കരഞ്ഞുകൊണ്ടിറങ്ങി പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ 200 രൂപ അല്ലെങ്കിൽ 300 രൂപ പോയല്ലോ എന്ന് നേർത്തിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല, സിനിമയിൽ രാഷ്ട്രീയം കൂടെ കലർത്തി ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാനൊരു BJP അനുഭവിയാണ്. മിക്കവാറും നമ്മുടെ തിരിച്ചൊരു ഭരണമൊക്കെ അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പം BJPയുടെ ഭരണമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കേന്ദ്രത്തിൽ നിന്നും ഒരു ക്ലബ്ബ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ പടം 100 കോടി ക്ലബ്ബ് കയറ്റി എന്ന് പറയാൻ 2 പത്രക്കാർക്ക് കാശ് കൊടുത്താലേ എഴുതാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്നും എല്ലാം റിയലാണെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കില്ല. ഇപ്പോൾ ഒരു പെണ്ണ് സാന്ദ്ര തോമസ് നമ്മൾ കണ്ടതാണ്. ആ ലേഡി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ആ ലേഡി അംഗീകരിക്കുന്നുണ്ടോ? പലരും അംഗീകരിക്കുന്നില്ല. അവരെ മാക്സിമം അവരെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ടോർച്ചർ ചെയ്ത് അതൊക്കെ ആവശ്യം. IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും വാദോരാതെ സാംസ്കാരിക മന്ത്രി, മുഖ്യമന്ത്രി എല്ലാവരും സംസാരിച്ചിട്ട് പോകും. ഇവരേതെങ്കിലും പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇവിടെ മൊത്തത്തിൽ IFFKക്ക് വലിയൊരു വേദി വരുമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ സിനിമ ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ് വന്നിട്ട് വെയിലത്തും മഴയത്തും വെളിയിൽ ക്യൂ ആണ് ഒരു സിനിമ കാണാൻ വേണ്ടി IFFKയിൽ. അത് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LDF UDF ഇരിക്കുന്ന കാലത്തുള്ള സിനിമയ്ക്ക് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ.